ഈ സ്ഥലം ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ 6 മണിക്കാകുമ്പോൾ താഴോട്ട് 5 മണി മുതലേ ഇറങ്ങി തുടങ്ങണം. അപ്പോൾ അസ്തമയം കാണാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ ഉദയവും കാണാൻ പറ്റില്ല. അപ്പോൾ സന്ദർശന സമയം ദീർഘിപ്പിക്കാനാണ് തീരുമാനിച്ചത്. രാവിലെ 6 മണി മുതലും 5:30 മണി മുതലും വൈകുന്നേരം 7 മണി വരെയും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കൊടികുത്തി മലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ഉദയവും അസ്തമയവും മതിവരുവോളം കണ്ടാസ്വദിക്കാം. മെയ് മാസം മുതൽ കൊടികുത്തിമല എക്കോ ടൂറിസം സെന്ററിൽ സന്ദർശന സമയത്തിൽ മാറ്റം വരുത്തുമെന്നും എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരിടമായി കൊടികുത്തിമലയെ മാറ്റുമെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൊടികുത്തിമല എക്കോ ടൂറിസം സെന്റർ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കൊടികുത്തിമല എക്കോ ടൂറിസം സെന്റർ പെരിന്തൽമണ്ണയ്ക്ക് എന്നും അഴകും പ്രൗഢിയുമാണ്. എപ്പോഴും ഒഴുകുന്ന നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും വാച്ച് ടവറും സൂയിസൈഡ് പോയിന്റുമെല്ലാം കൊടികുത്തിമലയിലേക്ക് സദാ സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. കൊടികുത്തിമലയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളെ ആസ്വദിക്കാനും ശുദ്ധവായു ശ്വസിക്കാനുമായി നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. കാടുമൂടിക്കിടന്നിരുന്ന ഒരു കുന്നിനെ ഇന്നീ കാണുന്ന രീതിയിൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റിയത് അധികൃതരുടെയും പ്രദേശവാസികളുടെയും പ്രത്യേക താൽപര്യവും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ്. നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ കൊടികുത്തിമലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കേരള സർക്കാരിന്റെ ശുപാർശ പ്രകാരം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നിയമസഭയുടെ വനം, പരിസ്ഥിതി, ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ കൊടികുത്തിമല എക്കോ ടൂറിസം സെന്ററിൽ സന്ദർശനം നടത്തിയത്. മെയ് മാസം മുതൽ സന്ദർശന സമയം രാവിലെ 5:30 മുതൽ വൈകിട്ട് 7 മണി വരെയാകുമെന്നും എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരിടമായി കൊടികുത്തിമലയെ മാറ്റിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ധാരാളം വികസന സാധ്യതയുള്ള ഒരു എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമായി കൊടികുത്തി മലയെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം വിലയിരുത്തിയാണ് നിയമസഭാ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുക. അതിൻ്റെ നടപടിക്രമം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്നിവിടെ നമ്മൾക്ക് ഇവിടെ വന്നപ്പോൾ സ്ഥലം MLAയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും VSSൻ്റെ ഭാരവാഹികളും കുറേയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഉത്തരം നൽകാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല. മെയ് മാസം അവസാനിക്കുന്നതിനു മുൻപായി സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനും ബട്ടർഫ്ലൈ പാർക്ക് നിർമ്മിക്കാനും പ്രായമായവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ സജ്ജമാക്കാനും തീരുമാനമായി. മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതും ഇക്കൊല്ലത്തെ വനം വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് ഈ സ്ഥലം ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ 6 മണിക്കാകുമ്പോൾ താഴോട്ട് 5 മണി മുതലേ ഇറങ്ങി തുടങ്ങണം. അപ്പോൾ അസ്തമയം കാണാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ ഉദയവും കാണാൻ പറ്റില്ല. അപ്പോൾ സന്ദർശന സമയം ദീർഘിപ്പിക്കാനാണ് തീരുമാനിച്ചത്. രാവിലെ 6 മണി മുതലും 5:30 മണി മുതലും വൈകുന്നേരം 7 മണി വരെയും. അങ്ങനെ വരുമ്പോൾ ഈ ഉച്ചനേരത്തുള്ള തിരക്ക് ഒന്ന് ഒഴിവാവുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി അടിയന്തരമായും നടപ്പിലാക്കണം എന്ന തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ DFOയും ജസ്റ്റിനും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാൻ. പ്രായമുള്ള ആളുകൾക്കുള്ള പിന്നെയുള്ള നമുക്ക് പ്രായമായ ആളുകൾ, അത് നമ്മളിവിടെ പ്രായോഗികമായിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളാണ്.
അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുവാദം നമ്മൾ നൽകിയിട്ടുണ്ട്. മറ്റ് ബസ്സും കാറ് ഓട്ടോറിക്ഷ ഒന്നും ഇവിടെ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അത് ആരാവശ്യപ്പെട്ടാലും അനുവദിക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഇക്കോ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് കാർബൺ ന്യൂട്രൽ എന്ന നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ കഴിയും. ഇവിടുത്തെ VSSൻ്റെ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും അത് സംബന്ധിച്ച നല്ല ബോധമുണ്ട് എന്ന് അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നല്ല കാഴ്ചപ്പാടോടുകൂടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു VSS ആണ് ഇവിടെയുള്ളത്. കൂടുതൽ ജനങ്ങളെ, പ്രാദേശികവാസികളായ ജനങ്ങളെ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങൾ നിർദ്ദേശിക്കുക. കാരണം ഒരു പദ്ധതി വരുന്നതിൻ്റെ പ്രയോജനം ആ നാട്ടുകാർക്കും ലഭിക്കണം. അത് ചെറിയ പദ്ധതിയായാലും വലിയ പദ്ധതിയായാലും. കാരണം പൊതുസമൂഹത്തിൻ്റെ പണമാണ്. അപ്പോൾ നാട്ടുകാർക്കൊരു പ്രയോജനം കിട്ടാതെ നമ്മൾ കുറേ പേർക്ക് പുറത്തുനിന്നുള്ളവർക്ക് സൗകര്യം എന്നുള്ളതല്ല. ഈ പ്രദേശത്തുകാർക്ക് ജോലി കിട്ടണം. തൊഴിൽ സാധ്യത, ജോലിയൊന്നും നമ്മൾ കൊടുക്കലല്ല, തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വികസന സമീപനം സ്വീകരിക്കണം. മന്ത്രി AK ശശീന്ദ്രൻ ചെയർമാനായ സബ്ജക്ട് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായ പാറശാല MLA CK ഹരീന്ദ്രൻ, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, നജീബ് കാന്തപുരം MLA എന്നിവരും മന്ത്രിയോടൊപ്പം സന്നിഹിതരായിരുന്നു. വനസംരക്ഷണ സമിതിയിലെ ഭാരവാഹികളുടെയും പ്രദേശവാസികളുടെയും പിന്തുണയാണ് കൊടികുത്തിമലയിലെ എല്ലാ വികസനങ്ങളുടെയും ആധാരമെന്ന് നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു പ്രദേശം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഇക്കോ സെൻസിറ്റിവിറ്റിയെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടുള്ള വികസനം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാർബൺ ന്യൂട്രൽ ആക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം. അതോടൊപ്പം നാട്ടുകാരുടെ ഒരു പ്രധാന കൺസേൺ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടുകാരുടെ ഒരു ആശങ്കയാണ്. അതിന് പോലീസിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും, അതുപോലെ തന്നെ ഇത് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രം, ഒരു ഫാമിലിക്ക് വരാൻ പറ്റുന്ന കേന്ദ്രം, വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ഫാമിലി ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. 1,30,00,000 രൂപയാണ് നിലവിൽ കൊടികുത്തിമലയിൽ നിന്ന് ലഭിക്കുന്ന ലാഭമെന്നതും ശ്രദ്ധേയമാണ്. കൊടികുത്തിമലയിലേക്ക് എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളുടെയും നിരാശയായിരുന്നു സായാഹ്നങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത്. സന്ദർശന സമയം ദീർഘിപ്പിക്കുന്നതിലൂടെ അതിനും ഒരു പരിഹാരമാവുകയാണ്. നഗരത്തിന് താങ്ങായി മലപ്പുറത്തിന്റെ മിനി ഊട്ടി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറാൻ ഇനി അധിക നാളില്ല. ചാനൽ 10 പെരിന്തൽമണ്ണ. മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും. അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം, ഗ്ലോക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, കോൺടാക്ട് ലെൻസ്, ഒപ്റ്റിക്കൽ ഷോപ്പ്, ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ്. അഹല്യ ഐ ഹോസ്പിറ്റൽ, നിയർ കച്ചേരിപ്പടി ജംഗ്ഷൻ, മലപ്പുറം റോഡ്, മഞ്ചേരി.